നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നമ്മൾ ഇപ്പോൾ വിശ്വസിക്കുന്ന, പിന്തുടരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യഥാർത്ഥത്തിലുള്ള യേശുക്രിസ്തു തന്നെയാണോ? അതോ മറ്റാരെങ്കിലുമാണോ? മറ്റാരെങ്കിലും എന്ന് ഉദ്ദേശിച്ചത് ആധുനിക ക്രിസ്ത്യൻ സഭകൾ അവരുടെ നിലനിൽപ്പിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത ക്രിസ്തുവിൻ്റെ ഒരു പതിപ്പുണ്ട്. ആ പതിപ്പിനെയാണോ അതോ യഥാർത്ഥ യേശുക്രിസ്തുവിനെയാണോ നമ്മൾ ഇപ്പോൾ അനുഗമിക്കുന്നത്? ഈ വീഡിയോ യേശുക്രിസ്തുവിന് എതിരെയല്ല, ഇത് യേശുക്രിസ്തുവിന് വേണ്ടി ഉള്ളതാണ്. കാരണം സത്യം ഇതാണ്: അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പഠിപ്പിക്കലുകൾ വളരെ ശക്തവും വിമോചനപരവുമായിരുന്നു. അവ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ മതവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിച്ചു. ഒരുപക്ഷെ ഇന്നും ഇപ്പോഴുള്ള ആധുനിക ക്രിസ്ത്യൻ സഭകളെ വരെ വെല്ലുവിളിക്കുന്ന പഠിപ്പിക്കലുകളാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാം വാക്യത്തിൽ പറയുന്നുണ്ട്: നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഇപ്പോഴുള്ള മണിമാളിക പോലുള്ള പള്ളികൾ പണിയാനായിട്ട് യേശുക്രിസ്തു പറഞ്ഞിട്ടില്ല. അതുപോലുള്ള ഒരു പള്ളി യേശുക്രിസ്തു പണിതിട്ടുമില്ല. യേശുക്രിസ്തു ഒരിക്കലും സ്വർണ്ണ അങ്കി ധരിച്ചിരുന്നില്ല. അതായത് ഇപ്പോഴുള്ള ക്രിസ്തീയ മതത്തിലുള്ള ആചാര്യന്മാർ ധരിക്കുന്നത് പോലെ യേശുക്രിസ്തു ഒരിക്കലും ആരോടും പണം ആവശ്യപ്പെട്ടിട്ടുമില്ല. അത് മാത്രവുമല്ല, ഇപ്പോഴുള്ള സഭകളിലെ ആചാര്യന്മാർ കൂടുതലും സമയം ചെലവഴിക്കുന്നത് വലിയ ധനികരായ സഭാ വിശ്വാസികളും രാഷ്ട്രീയക്കാരോടും കൂടെയാണ്. പക്ഷെ യേശുക്രിസ്തു സമയം ചെലവഴിച്ചത് ആരുടെയൊക്കെ കൂടെയായിരുന്നു? മത്സ്യ തൊഴിലാളികളും ചുങ്കക്കാരും വേശ്യകളോടും കൂടെയായിരുന്നു. അതായിരുന്നു യഥാർത്ഥ യേശു ക്രിസ്തുവിൻ്റെ ജീവിത രീതി. കല്ലുകൊണ്ടും പണം കൊണ്ടും നിർമ്മിച്ച ഒരു ദൈവരാജ്യത്തെക്കുറിച്ചല്ല യേശു നമ്മളെ പഠിപ്പിച്ചത്. പക്ഷേ യേശു നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന, നമ്മുടെ ഉള്ളിലുള്ള ദൈവരാജ്യത്തെ കുറിച്ചാണ്. അതായത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ്. ലൂക്കോസ് 18:22 പറയുന്നുണ്ട്: അവൻ പറഞ്ഞു, നിങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. എന്നാൽ ഇന്ന് നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ കാണുന്നത്? ദരിദ്രർ ദരിദ്രരായി തന്നെ തുടരുമ്പോൾ സമ്പത്ത് ശേഖരിക്കുന്ന പള്ളികളും സഭകളും. യേശുവിനെക്കുറിച്ച് മത നേതാക്കൾ പ്രസംഗിക്കുന്നുണ്ട്, എന്നാൽ യേശു പറയുന്നത് പോലാണോ അവർ ജീവിക്കുന്നത്? ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ക്രിസ്തുമസ് സീസണിൽ പള്ളിയിൽ വന്ന പ്രധാന ആചാര്യൻ, അതായത് കാലിത്തൊഴുത്തിൽ പിറന്ന യേശുവിനെക്കുറിച്ച് സംസാരിക്കാൻ വന്ന ആ സഭയിലെ ഒരു പ്രധാന ആചാര്യൻ ആ പള്ളിയിലേക്ക് വന്നത് ലെക്സസ് കാറിലായിരുന്നു. മറ്റ് സഭയിലെ ഒരു പള്ളിയിൽ ആ സഭയിലെ പ്രധാന ആചാര്യൻ വന്നത് BMW കാറിലായിരുന്നു. അതായത് കാലിത്തൊഴുത്തിൽ പിറന്ന കഴുതപ്പുറത്ത് സഞ്ചരിച്ച യേശു ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കാനായി. നമുക്ക് ധീരമായ ചോദ്യങ്ങൾ ചോദിച്ച് തന്നെ തുടങ്ങാം. തിരശീലയ്ക്ക് പിന്നിൽ ഒരു പുരോഹിതനോട് കുമ്പസാരിക്കാൻ യേശു നമ്മളോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പിതാവാം ദൈവത്തിനോട് നേരിട്ട് സംസാരിക്കാനല്ലേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത്? ഇന്ന് തിമോത്തി 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ദൈവം ഒന്നേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഇന്നത്തെ അവസ്ഥ എന്തെന്ന് വെച്ചാൽ, അനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ നമ്മൾ ദേവാലയങ്ങൾക്കും സഭകൾക്കും അങ്ങോട്ട് പണം നൽകേണ്ടതായിട്ടുണ്ട്.
ശവസംസ്കാരം, വിവാഹ കർമ്മങ്ങൾ, സ്നാനങ്ങൾ അതായത് മാമോദിസ, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഒരു സേവനങ്ങൾ പോലെ ഇതിൽ കാശ് സഭകളും പള്ളികളും ഈടാക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ഇതും വേദപുസ്തകവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? യേശു തന്നെ ക്ഷേത്ര അധികാരികളോട് ചോദ്യം ചെയ്തപ്പോൾ സഭയെ ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കലാപമായി കണക്കാക്കുന്നത്? കപട നാട്യക്കാരായ ശാസ്ത്രിമാരെ, പരീശന്മാരെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. മത്തായിയുടെ സുവിശേഷം 23 അധ്യായം 27 നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കൊണ്ടുവന്നത് ഒരു മതമല്ല, ഒരു ആത്മീയ ഉണർവാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4 അധ്യായം 24 പറയുന്നത് പോലെ ദൈവം ആത്മാവാണ്. അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്നാണ്. യേശു നമ്മളെ ഭയം പഠിപ്പിച്ചിട്ടില്ല. യേശു നമ്മളെ സ്നേഹമാണ് പഠിപ്പിച്ചത്. പൂർണ്ണമായ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. 1 യോഹന്നാൻ 4 അധ്യായം 18 എന്നാൽ ഇപ്പോഴുള്ള സഭകൾ വളരുന്നത് ഭയത്തിലാണ്. അതായത് നിങ്ങൾ കുമ്പസാരിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും. സഭയും ആചാര്യന്മാരും പറയുന്നതെല്ലാം അനുസരിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും. ചോദ്യം ചെയ്യരുത്, ഇല്ലെങ്കിൽ നിങ്ങൾ സഭയിൽ നിന്ന് പുറത്താക്കപ്പെടും. ഇത് സ്നേഹമല്ല, ഇത് നിയന്ത്രണമാണ്. ക്രിസ്തു നമ്മളെ നിയന്ത്രിക്കുകയല്ല, നമ്മളെ സ്വതന്ത്രരാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ സഭകൾ ചെയ്യുന്നത് നമ്മളെ നിയന്ത്രിക്കുകയാണ്. നമ്മളെ തുറങ്കിൽ അടയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴുള്ള ആധുനിക ക്രിസ്ത്യൻ സഭകളെല്ലാം. കൂടുതൽ ആളുകൾ സംഘടിത ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് അകന്നു പോകുകയാണിപ്പോൾ. വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടല്ല, മറിച്ച് അവർ മതത്തിന് പുറത്താണ് യഥാർത്ഥ യേശുവിനെ കണ്ടെത്തുന്നത്. കാരുണ്യം കൊണ്ട് നമ്മളെയൊക്കെ സുഖപ്പെടുത്തിയ നമ്മുടെ കർത്താവായ യേശു, ദൈവത്തിന്റെ ആലയം ഒരു ചന്തസ്ഥലമായി മാറിയപ്പോൾ ആ ആലയത്തിലെ മേശകളെല്ലാം മറിച്ചിട്ട യേശു, എന്റെ ആലയം പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും, പക്ഷെ നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 13 കുട്ടികളെയും പുറത്താക്കപ്പെട്ടവരെയും സ്വാഗതം ചെയ്ത യേശു. എന്നാൽ ശക്തർക്ക് യേശു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ കൊച്ചു കുട്ടികളെ വഴിതെറ്റിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ കഴുത്തിൽ ഒരു കല്ല് കെട്ടുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 17 അധ്യായം 2 പറയുന്നുണ്ട്. ആ യേശു ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, എന്നാൽ വലിയ പള്ളികളിലല്ല, പള്ളികളുടെയൊക്കെ പുറത്ത്, നമ്മുടെ ഉള്ളിലാണ്. ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ നിങ്ങൾ മിണ്ടാതെ ഇരിക്കരുത്. കാരണം യേശു മിണ്ടാതെ ഇരുന്നില്ല. ആരെങ്കിലും എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ ത്യജിച്ച് തൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നാണ് മത്തായി എഴുതിയ സുവിശേഷം 16 അധ്യായം 24 യേശു പറയുന്നത്. അതിനാൽ വ്യവസ്ഥിതിയല്ല, യഥാർത്ഥ ക്രിസ്തുവിനെ പിന്തുടരുക, സത്യത്തെ പിന്തുടരുക, പാരമ്പര്യത്തെ അല്ല, സ്നേഹത്തെ പിന്തുടരുക, ഭയത്തെ അല്ല. കാരണം സഭയ്ക്ക് ശബ്ദങ്ങളെ നിശബ്ദമാക്കാൻ കഴിയും, പക്ഷെ അവർക്ക് സത്യത്തെ നിശബ്ദമാക്കാൻ കഴിയില്ല. കാലത്ത് ആളുകൾ എപ്പോഴും ഭൗതിക നേട്ടങ്ങൾക്കും രോഗശാന്തിക്കുമൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലും പ്രാർത്ഥിക്കുന്നത്. നിരവധി ക്രിസ്ത്യൻ വിഭാഗങ്ങളും സഭകളും ഇത് മുതലെടുക്കുന്നുമുണ്ട്. അതായത് അവര് നമ്മളോട് പറയും, നിങ്ങൾ ഞങ്ങളുടെ പള്ളിയിൽ വന്നാൽ ദൈവം നിങ്ങളെ സുഖപ്പെടുത്തും, ദൈവം നിങ്ങളുടെ ദാരിദ്ര്യം മാറ്റും, ദൈവം നിങ്ങളെ സമ്പന്നരാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ആളുകളെ ആകർഷിക്കുന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ വിശ്വാസമല്ല. യഥാർത്ഥ വിശ്വാസം എന്നത് പ്രതികൂല സാഹചര്യങ്ങളുടെയും വേദനകളുടെയും നടുവിൽ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതാണ്. നമ്മളുടെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, ദാരിദ്ര്യം
എന്നിവ നീക്കം ചെയ്യാൻ നാം ഒരിക്കലും പ്രാർത്ഥിക്കരുത്. കാരണം നമ്മുടെ ജീവിതത്തിലുള്ള വേദനകളും പ്രതികൂല സാഹചര്യങ്ങളും രോഗങ്ങളുമെല്ലാം യഥാർത്ഥത്തിൽ അനുഗ്രഹങ്ങളാണ്. ഇത് കേൾക്കാനും വിശ്വസിക്കാനും അല്പം ബുദ്ധിമുട്ടുണ്ടെന്നറിയാം. എന്നാൽ ഇതാണ് സത്യം. നമ്മളുടെ ആത്മാക്കളുടെ പാഠങ്ങൾ പഠിക്കാനും നമ്മളുടെ ആത്മാക്കളുടെ പരിണാമത്തിനു വേണ്ടിയിട്ടാണ് ഇവ നമ്മളോടൊപ്പം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പ്രതികൂല സാഹചര്യങ്ങൾ എന്നെ എന്താണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും പിന്നെ ഈ സാഹചര്യങ്ങളെയൊക്കെ അംഗീകരിക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള ശക്തി തരണേ എന്ന് പ്രാർത്ഥിക്കുക. കാരണം ഈ പ്രതികൂല സാഹചര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളിലെ കർമ്മങ്ങൾ, ചിന്തകൾ, പിന്നെ ഈ ജന്മത്തിലെ കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ ജീവിതത്തിലെ ചിന്തകളും ആഗ്രഹങ്ങളും പ്രവൃത്തികളും, പിന്നെ അതിലുമൊക്കെ അപ്പുറം ആത്മീയ ഉടമ്പടി, അതായത് നമ്മുടെ ആത്മാവിൻ്റെ ഉടമ്പടിയുടെ കാരണങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇതും ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കി വെക്കുന്ന നമ്മളുടെ ആത്മാവിൻ്റെ വളർച്ചയ്ക്കും നമ്മളുടെ ഉയർച്ചയ്ക്കും വേണ്ടിയിട്ട് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്ന ജീവിതവും സാഹചര്യങ്ങളുമാണിത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ക്രിസ്ത്യൻ സഭകളും അംഗീകരിക്കുന്നില്ല. ഇത് ആക്ച്വലി യഥാർത്ഥത്തിൽ ആത്മീയതയിലാണ് ഇത് പറയുന്നത്, മതത്തിൽ ഇത് പറയുന്നില്ല. കാരണം മതം ഇത് അംഗീകരിച്ചാൽ പിന്നെ മതത്തിന് ഒരു നിലനിൽപ്പില്ല, മതത്തിന് അവിടെ ഒരു പ്രസക്തിയുമില്ല. അതാണ് കാര്യം. ഇത് ഒരു ആക്രമണമൊന്നുമല്ല, ഉണരാനുള്ള ഒരു ആഹ്വാനമാണ്. യഥാർത്ഥ യേശുവിലേക്ക് മടങ്ങാനുള്ള ഒരു ആഹ്വാനം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ഈ ചാനലിലുള്ള മറ്റ് വീഡിയോസും നിങ്ങൾ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരുടെ അടുത്ത് ഷെയറും ചെയ്യുക. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ ആൻഡ് ഗോഡ് ബ്ലെസ്.